നമസ്കാരം. സിവിൽ എഞ്ചിനീയറിംഗ് PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സിമന്റ്. ഇതിൽ നിന്ന് ഉറപ്പായും ചോദ്യങ്ങൾ വരും. അപ്പൊ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം സിമന്റിന്റെ ഒരു ചെറിയ ചരിത്രം, പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കും. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട 4 കോമ്പൗണ്ടുകളെ പറ്റി പഠിക്കും. പിന്നെ സിമന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ ക്വാളിറ്റി ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, അവസാനം പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന കുറച്ച് പോയിന്റ്സ്. അങ്ങനെ മൊത്തത്തിലൊരു കംപ്ലീറ്റ് പാക്കേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. സിമന്റിന്റെ ചരിത്രം. കേൾക്കുമ്പോൾ ചിലപ്പോൾ ബോറിംഗ് ആയി തോന്നാം, പക്ഷേ ഇതിൽ നിന്നുള്ള ചില തീയതികളും പേരുകളും PSC പരീക്ഷകളിൽ സ്ഥിരമായി ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. ഈ 3 വർഷങ്ങൾ ഇത് നിങ്ങളുടെ ഓർമ്മയിലൊന്ന് ഉറപ്പിച്ചോളൂ. 1824 ഇംഗ്ലണ്ടിൽ ജോസഫ് ആസ്പിഡൻ ആർട്ടിഫിഷ്യൽ സിമന്റ് കണ്ടുപിടിക്കുന്നു. അതാണ് തുടക്കം. പിന്നെ നേരെ ഇന്ത്യയിലേക്ക് വന്നാൽ 1904 ആദ്യത്തെ സിമന്റ് ഫാക്ടറി വരുന്നത് തമിഴ്നാട്ടില്. നമ്മുടെ കൊച്ചു കേരളത്തിലോ അത് 1956 വേമ്പനാട് സിമന്റ്സ്. ഈ 3 പോയിന്റ്സും ഓർത്തുവെക്കാം. ശരി, ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഒരു ചാക്ക് സിമന്റ് തുറന്നാൽ അതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയാലോ? അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്താണെന്ന് നോക്കാം. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. സിമന്റിലെ പ്രധാന ചേരുവകളും അവയുടെ ഏകദേശ അളവുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലെ കിങ് ആരാണെന്ന് ചോദിച്ചാൽ അത് ലൈമാണ്, കാൽഷ്യം ഓക്സൈഡ്, ഏകദേശം 62%. അതിന് തൊട്ടു പിന്നാലെ വരുന്നത് സിലിക്ക, 22%. ഈ 2 പേരാണ് സിമന്റിന് അതിന്റെ സ്ട്രെങ്ത് കൊടുക്കുന്ന പ്രധാനികൾ. ബാക്കിയുള്ളവയുടെ പെർസെന്റേജും ഒന്ന് ഓടിച്ചു നോക്കുന്നത് നല്ലതാണ്. അപ്പോ ഈ ഓരോ ഘടകത്തിനും സിമന്റിലൊരു പ്രത്യേക റോളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ലൈമും സിലിക്കയുമാണ് സ്ട്രെങ്ത് നൽകുന്നത്. പക്ഷേ ഇവയുടെ അളവ് കൂടാനോ കുറയാനോ പാടില്ല. കൂടിയാൽ അൺസൗണ്ട്നെസ്, അതായത് വിള്ളലുണ്ടാകാൻ സാധ്യതയുണ്ട്. കുറഞ്ഞാലോ പെട്ടെന്ന് സെറ്റാകും. ഇനി അലുമിനിയയുടെ കാര്യം നോക്കാം. ഇതാണ് സിമന്റിനൊരു ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി കൊടുക്കുന്നത്, അതായത് പെട്ടെന്ന് ഉറയ്ക്കാൻ സഹായിക്കുന്നത്. പക്ഷേ ഈ സെറ്റിംഗ് സമയം നമുക്ക് കൺട്രോൾ ചെയ്യണ്ടേ? അല്ലെങ്കിൽ പണിയെടുക്കാൻ സമയം കിട്ടില്ല. അവിടെയാണ് ജിപ്സത്തിന്റെ റോൾ. ജിപ്സം ഒരു റിട്ടാർഡർ പോലെ പ്രവർത്തിച്ച് സെറ്റിംഗ് സമയം കുറച്ചൊന്ന് നീട്ടിവെക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും കോറായിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് വരുന്നത്, ബോക്സ് കോമ്പൗണ്ട്സ്. സിമന്റിന്റെ എല്ലാ സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ 4 സംയുക്തങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ സിമന്റിന്റെ സൂപ്പർ ഹീറോസ് എന്ന് തന്നെ ഇവരെ വിളിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സൂപ്പർ ഹീറോ ആണ് C3S അല്ലെങ്കിൽ അലൈറ്റ്. ഇദ്ദേഹത്തിന്റെ സൂപ്പർ പവർ എന്താണെന്നറിയാമോ? ഏർലി സ്ട്രെങ്ത്. അതായത് നമ്മൾ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടുന്ന ബലമില്ലേ, അതിന് കാരണം ഈ C3S ആണ്. വളരെ പെട്ടെന്ന് ഉറച്ച ബലം തരും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി തീർക്കേണ്ട സ്ഥലങ്ങളിൽ C3Sന്റെ അളവ് കൂടുതലുള്ള സിമന്റാണ് നമ്മൾ ഉപയോഗിക്കുക. രണ്ടാമത്തെയാൾ C2S അല്ലെങ്കിൽ ബെലൈറ്റ്. ഇദ്ദേഹം അലൈറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവക്കാരനാണ്. പതുക്കെയാണ് റിയാക്ട് ചെയ്യുക. തുടക്കത്തിൽ വലിയ ബലമൊന്നും തരില്ല. പക്ഷെ മാസം കഴിയുംതോറും, വർഷങ്ങൾ കഴിയുംതോറും കോൺക്രീറ്റിന് ബലം കൂടി വരും. ആ ഒരു ലോങ് ടേം സ്ട്രെങ്ത് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് തരുന്നത് ഈ ബെലൈറ്റാണ്. ഡാം പോലുള്ള വലിയ സ്ട്രക്ചറുകൾക്ക് ഈ പ്രോഗ്രസീവ് സ്ട്രെങ്ത് വളരെ അത്യാവശ്യമാണ്. ഇനി മൂന്നാമൻ C3A അല്ലെങ്കിൽ സെലൈറ്റ്. ഇതാണ് ഈ കൂട്ടത്തിലെ ഫ്ലാഷ്. വെള്ളം ചേർത്താൽ മതി, 24 മണിക്കൂറിനുള്ളിൽ റിയാക്ട് ചെയ്തു തുടങ്ങും. സിമന്റിന്റെ ഇനീഷ്യൽ സെറ്റിംഗിന് കാരണം ഇയാളാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇയാൾ പ്രവർത്തിക്കുമ്പോൾ ഭയങ്കരമായി ചൂട് പുറത്തുവിടും. ഇതിനെയാണ് നമ്മൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഈ ചൂട് കൂടിയാൽ കോൺക്രീറ്റിൽ വിള്ളലുകൾ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ C3A എപ്പോഴൊന്ന് ശ്രദ്ധിക്കണം. അവസാനമായി C4AF അല്ലെങ്കിൽ ഫെലൈറ്റ്. സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ ഇയാൾ അത്ര വലിയ സംഭവമൊന്നുമല്ല. ഏറ്റവും കുറവ് സിമന്റിംഗ് വാല്യൂ ഉള്ള ആളാണ്. പിന്നെ ഇയാൾക്ക് എന്തിനാണ് ഒരു റോളെന്ന് ചോദിച്ചാൽ, സിമന്റിന് അതിന്റെ ആ ഒരു ഗ്രേ കളർ കൊടുക്കുന്നത് പ്രധാനമായും ഈ ഫെലൈറ്റാണ്. അത്രയുള്ളൂ. ഈ സ്ലൈഡ് ഇതിനൊരു സ്റ്റാർ മാർക്ക് ഇട്ടുവെച്ചോളൂ. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത്. ഈ 4 കോമ്പൗണ്ടുകളുടെ റിയാക്ഷൻ സ്പീഡിന്റെ ഓർഡറും അവ പുറത്തുവിടുന്ന ചൂടിന്റെ ഓർഡറും നോക്കൂ. രണ്ടിലും 1-ാം സ്ഥാനത്ത് C3A ആണ്. ഏറ്റവും വേഗത്തിൽ റിയാക്ട് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ചൂട് പുറത്തുവിടുന്നതും. നേരെ മറുവശത്ത് ഏറ്റവും പതുക്കെ പ്രവർത്തിക്കുന്നതും ഏറ്റവും കുറഞ്ഞ ചൂട് പുറത്തുവിടുന്നതും C2S ആണ്. ഈ ഓർഡർ കാണാതെ പഠിച്ചോളൂ. അപ്പോ ഈ 4 സൂപ്പർ ഹീറോസിനെ പറ്റി നമ്മൾ പഠിച്ചു. പക്ഷേ
ഇവരെ എങ്ങനെയാണ് ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കിയെടുക്കുന്നേ? സിമന്റ് നിർമ്മാണ പ്രക്രിയ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സിമന്റ് നിർമ്മാണം എന്ന് പറയുന്നത് സിമ്പിളായി പറഞ്ഞാൽ 3 സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് 1 മിക്സിംഗ്. ചുണ്ണാമ്പുകല്ല്, കളിമണ്ണ് പോലെയുള്ള അസംസ്കൃത വസ്തുക്കൾ എടുത്ത് കറക്റ്റ് അളവിൽ പൊടിച്ച് മിക്സ് ചെയ്യുന്നു. സ്റ്റെപ്പ് 2 ബേണിംഗ്. ഈ മിക്സിനെ ഒരു വലിയ ചൂളയിലിട്ട് ഭയങ്കരമായി കത്തിക്കുന്നു. അപ്പോൾ നമുക്ക് ചെറിയ കട്ടകൾ കിട്ടും. അതിനെയാണ് ക്ലിങ്കർ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 3 ഗ്രൈൻഡിംഗ്. ഈ ക്ലിങ്കർ എടുത്ത് അതിന്റെ കൂടെ കുറച്ച് ജിപ്സവും ചേർത്ത് നന്നായി പൊടിക്കുന്നു. അപ്പോൾ കിട്ടുന്ന പൗഡറാണ് നമ്മൾ കടയിന്ന് വാങ്ങുന്ന സിമന്റ്. സിമ്പിളല്ലേ? ഈ കാണുന്ന ഭീമാകാരമായ സാധനമാണ് റോട്ടറി കിൽൺ എന്ന് പറയുന്ന ചൂള. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിനകത്താണ് ആ ബേണിംഗ് പ്രോസസ് നടക്കുന്നത്. ഈ റോട്ടറി കിൽനെക്കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അതിന്റെ ബേണിംഗ് സോണിലെ ടെമ്പറേച്ചർ എത്രയാണ്? ഈ നമ്പർ മറക്കരുത്. 1400 മുതൽ 1500 ഡിഗ്രി സെൽഷ്യസ് വരെ. അത്രയും ചൂടിലാണ് ഈ ക്ലിങ്കറുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ സിമന്റ് ഉണ്ടാക്കി. ഇനിയിപ്പോൾ അത് നേരെ കടയിലേക്ക് കൊണ്ടുപോയി വിൽക്കാൻ പറ്റുമോ? ഇല്ല. അതിന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടോയെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനായി ചെയ്യുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സിമന്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 കൺസിസ്റ്റൻസി ടെസ്റ്റും സെറ്റിംഗ് ടൈം ടെസ്റ്റും. ഒരേ അപ്പാരറ്റസ്, അതായത് വികാറ്റ് അപ്പാരറ്റസ് ആണ് രണ്ടിനും ഉപയോഗിക്കുന്നത്. കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് പേസ്റ്റ് ഉണ്ടാക്കാൻ എത്ര ശതമാനം വെള്ളം വേണമെന്ന് കണ്ടുപിടിക്കാനാണ്. ആ വെള്ളത്തിന്റെ അളവിനെ നമ്മൾ പി എന്ന് വിളിക്കും. ഇനി സെറ്റിംഗ് ടൈം. സിമന്റ് എപ്പോ സെറ്റായി തുടങ്ങും, എപ്പോ കംപ്ലീറ്റായി സെറ്റാകും എന്ന് നോക്കുന്ന ടെസ്റ്റാണിത്. ഇതിലെ വാല്യൂസ് വളരെ പ്രധാനമാണ്. ഇനീഷ്യൽ സെറ്റിംഗ് സമയം 30 മിനിറ്റിൽ കുറയരുത്. ഫൈനൽ സെറ്റിംഗ് സമയം 10 മണിക്കൂറിൽ കൂടാനും പാടില്ല. ഇത് ബൈഹാർട്ട് ചെയ്യണം. അടുത്ത 2 പ്രധാന ടെസ്റ്റുകളാണ് സൗണ്ട്നെസ് ടെസ്റ്റും സ്ട്രെങ്ത് ടെസ്റ്റും. സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്നാൽ സിമന്റ് സെറ്റായതിനു ശേഷം അതിന്റെ വോളിയം കൂടുന്നുണ്ടോ എന്നറിയാനാണ്. അങ്ങനെ വോളിയം കൂടിയാൽ അത് കോൺക്രീറ്റിൽ വിള്ളലുണ്ടാക്കും. അതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഈ ഇടതുവശത്ത് കാണുന്ന ലെഷാറ്റ്ലിയർ അപ്പാരറ്റസ്. ഇനി സ്ട്രെങ്ത് ടെസ്റ്റ്. പേരുപോലെ തന്നെ സിമന്റിന് എത്രത്തോളം ലോഡ് താങ്ങാൻ പറ്റും എന്ന് നോക്കാനാണ്. വലതുവശത്ത് കാണുന്നത് ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബ്രിക്കറ്റ് മോൾഡാണ്. ഈ സ്ലൈഡിലെ നമ്പറുകൾ, ഇത് പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന നമ്പറുകളാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. ഫൈനസ് ടെസ്റ്റിൽ അരിപ്പ നമ്പർ 9ൽ തങ്ങി നിൽക്കുന്ന സിമന്റ് 10% കൂടാൻ പാടില്ല. സൗണ്ടിനെസ് ടെസ്റ്റിൽ ലെസ് ഷാറ്റ്ലിയർ അപ്പാരറ്റസിലെ എക്സ്പാൻഷൻ 10 മില്ലിമീറ്ററിൽ കൂടരുത്. പിന്നെ കംപ്രസീവ് സ്ട്രെങ്ത്. 3 ദിവസം കൊണ്ട് കിട്ടേണ്ട മിനിമം സ്ട്രെങ്ത്തും 7 ദിവസം കൊണ്ട് കിട്ടേണ്ട മിനിമം സ്ട്രെങ്ത്തും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാല്യൂസ് അതുപോലെ തന്നെ പഠിക്കും. ഓക്കെ, നമ്മളെ ഏകദേശം അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഇനി പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന എന്നാൽ പലർക്കും തെറ്റിപ്പോകുന്ന കുറച്ച് ഫോർമുലകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ടെസ്റ്റുകൾക്ക് ആവശ്യമായ വെള്ളത്തിന്റെ അളവ് കണ്ടുപിടിക്കുന്നത് കൺസിസ്റ്റൻസി പിയെ അടിസ്ഥാനമാക്കിയാണെന്ന്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഓരോ ടെസ്റ്റിനും എത്ര അളവ് വെള്ളം വേണം എന്നതിന്റെ ഫോർമുലയാണിത്. എല്ലാം പിയുടെ ടേംസിലാണ്. ഈ 4 എണ്ണവും പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇതിൽ ആദ്യത്തെ 2 എണ്ണം, അതായത് സെറ്റിംഗ് ടൈം ടെസ്റ്റിന് വേണ്ട 0.85 പിയും സൗണ്ട്നെസ് ടെസ്റ്റിന് വേണ്ട 0.78 പിയും പലതവണ ചോദ്യമായി വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഒരു കാരണവശാലും മറക്കരുത്. അപ്പോൾ സിമന്റ് എന്ന ടോപ്പിക്ക് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പോകുന്നതിന് മുൻപ് നിങ്ങൾക്കായൊരു ചോദ്യം തരാം, ഒന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം. ഒരു വലിയ ഡാമാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പഠിച്ച 4 ബോക്സ് കോമ്പൗണ്ടുകളിൽ ഏതിന്റെ അളവായിരിക്കും നിങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക? എന്തുകൊണ്ടായിരിക്കും അത്? നമ്മൾ പഠിച്ച ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന കോൺസെപ്റ്റുമായി ഇതിനൊരു ബന്ധമുണ്ട്. നിങ്ങളുടെ ഉത്തരം എന്താണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോൾ നന്നായി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.